പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ നിന്നും 17 ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രൈസ്തവരെ കാണാതായതായി റിപ്പോർട്ടുകൾ. ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലിബിയൻ തലസ്ഥാന നഗരമായ ട്രിപ്പോളിയിലെ ഗർഗാഷ് ജില്ലയിൽ താമസിച്ചിരുന്ന കോപ്റ്റിക് ക്രൈസ്തവരെയാണ് കാണാതായിരിക്കുന്നത്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് IS തീവ്രവാദികൾ 21 കോപ്റ്റിക് ക്രൈസ്തവരെ കഴുത്തറുത്ത് നിർദ്ദയം കൊലപ്പെടുത്തിയതിന്റെ ആഘാതം ശേഷിക്കെ വീണ്ടും ക്രൈസ്തവരുടെ തിരോധാന വാർത്ത ക്രൈസ്തവ ലോകത്തെയാകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം കാണാതായ 17 ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രൈസ്തവരെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. രാജ്യത്ത് അരങ്ങേറുന്ന തീവ്രവാദ വിളയാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ലിബിയൻ അധികാരികൾ തടവിലാക്കിയതാകാമെന്ന അനുമാനങ്ങളും ഉയരുന്നുണ്ട്. 2015 മെഡിറ്ററേനിയൻ തീരത്തെ ബീച്ചിനരികിൽ 21 കോപ്റ്റിക് ക്രൈസ്തവരെ ഓറഞ്ച് വസ്ത്രങ്ങളിൽ വരിവരിയായി നിർത്തിയ ശേഷം അവരുടെ പിന്നിലായി അണിനിരുന്ന തീവ്രവാദികൾ ഓരോരുത്തരെയും തലയെറുത്ത് കൊല്ലുന്ന 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പ്രസിദ്ധീകരിച്ച ISന്റെ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച കിരാത പ്രവൃത്തി തന്നെയാണ് വീണ്ടും ക്രൈസ്തവരുടെ തിരോധാന വാർത്ത ശ്രവിച്ച ഏവരുടെയും ഓർമ്മകളിൽ കടന്നുവന്ന ആദ്യ ചിത്രങ്ങൾ. റോം കീഴടക്കുവോളം തങ്ങൾ പോരാട്ടം തുടരുമെന്നും കുരിശിന്റെ അനുയായികളുടെ രക്തം ഇനിയും ഒഴുക്കുമെന്നുമുള്ള വീഡിയോയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച താക്കീതും ക്രൈസ്തവരുടെ തിരോധാനത്തിൽ തീവ്രവാദ പങ്കുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് ബലം നൽകുന്നതാണ്. 2 മാസങ്ങൾക്ക് ശേഷം 30 എത്യോപ്യൻ ക്രൈസ്തവരെ വധിക്കുന്നതിന്റെ വീഡിയോയും 2015 കുപ്രസിദ്ധ സംഭവത്തിനു ശേഷം IS പുറത്തുവിട്ടിരുന്നു. അതുവരെ സജീവമായിരുന്ന ഈജിപ്ഷ്യൻ ക്രൈസ്തവരുടെ ലിബിയയിലേക്കുള്ള തൊഴിൽ കുടിയേറ്റത്തിൽ ഗണ്യമായ കുറവ് വന്നിരുന്നുവെങ്കിലും ഈജിപ്തിൽ ക്രൈസ്തവ വിവേചനങ്ങൾ വർദ്ധിക്കുന്നതിനാൽ തൊഴിലിനായി 1 മാസം മുമ്പ് കാണാതായിരിക്കുന്ന ഈജിപ്ഷ്യൻ ക്രൈസ്തവർ ലിബിയയിൽ എത്തിച്ചേരുകയായിരുന്നു. വിവിധ വംശജർ ഒരുമിച്ച് പാർത്തിരുന്ന സംഘത്തിൽ നിന്ന് 17 കോപ്റ്റിക് ക്രൈസ്തവരെ മാത്രം കാണാതായത് സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം വിഷയത്തിൽ ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടാൻ പദ്ധതിയിടുന്നതായി കാണാതായവരുടെ ബന്ധുക്കൾ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിനെ അറിയിച്ചു. കാണാതായിരിക്കുന്ന 17 ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥന ശക്തമാക്കിയിരിക്കുകയാണ് ആഗോള ക്രൈസ്തവ സമൂഹം. എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിന് ഇടപെടാൻ കഴിയുമെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് കാണാതായവരുടെ കുടുംബാംഗങ്ങൾ.